ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ അതിവേഗം പോവുകയാണ്. നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ പ്രതി അഷ്കറിനെതിരെ ആദ്യ ഭാര്യ ആമിന രംഗത്ത്. അഷ്കറിനെ വെറുതെ വിടരുത് എന്നും തന്നെ ഈ പരുവത്തിലാക്കിയത് അഷ്കർ ആണെന്നും ആമിന പറഞ്ഞു. തല ഭിത്തിയിൽ ഇടിപ്പിച്ച് മർദ്ദിച്ചു. ട്യൂമർ വന്നത് എങ്ങനെയാണെന്നും ആമിന പറഞ്ഞു. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ജനന സർട്ടിഫിക്കറ്റ്, മോളെ ആധാർ, മോളെ ATM കാർഡ്, ബാങ്ക് പാസ്ബുക്ക്. ഈ മോളെ കൊണ്ട് 4 ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചിരിക്കുന്നത്, പ്രൈവറ്റ് ബാങ്കിൽ നിന്ന്. എൻ്റെ ഫോൺ നമ്പർ കൊടുത്താണ് എടുപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയാണ്. മെമ്പറെ പിന്നെ ഞാൻ വിളിച്ച് സഹപാഠികളെ കൊണ്ട് പൈസ ചോദിക്കുക. ഇവരെ ടാർഗറ്റ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പൈസ. അത് കിട്ടാത്തത് കൊണ്ട് കൊച്ചിനെ ഉപദ്രവമാണ്. ഞങ്ങളെ ചീത്ത പറച്ചിൽ, എൻ്റെ മോനെ ചീത്ത പറച്ചിൽ, ഞങ്ങളെ വാപ്പായ ചീത്ത പറച്ചിൽ, ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തക്കുമായിരുന്നു മോളോട്. അതുകൊണ്ട് ഈ മോൾ ഈ കാര്യങ്ങളൊന്നും ഇവള് പറഞ്ഞിട്ടില്ല. ദേവൻ MP വിവരങ്ങളുമായി ചേർന്നു. ദേവൻ, ആമിന എങ്ങനെ ഈ രീതിയിലായി എന്ന കാര്യം ഈ കേസൊക്കെ വന്ന ആ ഘട്ടത്തിൽ തന്നെ ആമിനയുടെ അമ്മ പറഞ്ഞതാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. തീർച്ചയായും സേതു, നെടുമങ്ങാട് ഉണ്ടായ സംഭവം കേരള മനസാക്ഷി തന്നെ എല്ലാവരെയും തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. 1.5 വയസ്സുകാരൻ്റെ ആ മരണവും അതിനുശേഷം കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ച സമയത്ത് ശരീരത്തിൽ 91 മുറിവുകൾ കണ്ടെത്തി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവരും ഞെട്ടിക്കുന്ന സംഭവം തന്നെയായിരുന്നു. ഇതിന് പിന്നിൽ ഈ രണ്ടാം നാച്ചിലായിട്ടുള്ള പ്രതിയായിട്ടുള്ള അഷ്കർ ആണെന്നുള്ള കാര്യവും അഷ്കറിൻ്റെ ഒരു ക്രൂര വൈകൃതവും എല്ലാം തന്നെ അതിനുശേഷം പിന്നീട് വന്ന ഓരോ വാർത്തകളിലും അല്ലെങ്കിൽ ഓരോ പ്രതികരണങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ അഷ്കറിൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ആമിനയുടെ കൂടി പ്രതികരണം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതിൽ ആമിന കൃത്യമായി അഷ്കറിൻ്റെ ഭാഗത്തു നിന്ന് നേരിട്ട ക്രൂരതകൾ ഓരോന്നായി വിശദീകരിക്കുകയാണ്. അതായത് വിവാഹം കഴിച്ച സമയത്ത് ഇത്തരം ഒരു സ്വഭാവം അഷ്കറിന് ഉണ്ടായിരുന്നതായി കരുതിയിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ആമിന പറയുന്നത്. അഷ്കറിൻ്റെ ഉമ്മയ്ക്കും ഒപ്പം തന്നെ സഹോദരിക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയാമായിരുന്നു. തന്നെ മർദ്ദിക്കുമ്പോഴടക്കം ഈ കാഴ്ചകളെല്ലാം അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയും അതിലൊന്നും തന്നെ തടസ്സം നിൽക്കാതെ ആ ഒരു മർദ്ദനം തുടരുന്നതിനായി സഹായിച്ചു എന്നുള്ള കാര്യം കൂടി ആമിന പറയുന്നുണ്ട്. മാത്രമല്ല ഈ തുടർച്ചയായിട്ടുള്ള മർദ്ദനം മൂലമാണ് തനിക്കിപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ ഒരു രോഗാവസ്ഥയ്ക്ക് കാരണമെന്ന് കൂടി ആമിന പറഞ്ഞു വെക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആമിന കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ അതിൻ്റെ പേരിൽ ചികിത്സയിൽ തുടരുകയാണ്. മറ്റൊന്ന്, ഈ ക്രൂരമായ ആക്രമണങ്ങൾ ആമിനയ്ക്കെതിരെ അല്ലെങ്കിൽ ആ മർദ്ദനം തുടരുമ്പോൾ തന്നെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക തട്ടിപ്പ് അല്ലെങ്കിൽ സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആമിനയുടെ ഉമ്മയുടെ തന്നെ വാക്കുകൾ നമ്മൾ കേട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആമിനയുടെ പേരിൽ 4 ബാങ്കുകളിൽ നിന്നായി വിവിധ രീതിയിലുള്ള വായ്പകൾ എടുത്തിട്ടുണ്ട്. അതിന് പിന്നിൽ ഈ പണം മാത്രമാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് തൻ്റെ പിന്നാലെ കൂടിയത് അല്ലെങ്കിൽ തൻ്റെ മകളുടെ പിന്നാലെ കൂടിയെന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പണം കിട്ടാതാകുമ്പോൾ ഇത്തരത്തിൽ ഒരു ക്രൂര സ്വഭാവം പുറത്തേക്ക് കാണിക്കുകയും വീട്ടിനുള്ളിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമത് ഈ ഒരു നെടുമങ്ങാട് വീണ്ടും ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം പിന്നീട് അത് 1.5 വയസ്സുകാരൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളും ഇപ്പോൾ പുതിയതായി വന്നിരിക്കുന്ന പ്രതികരണങ്ങളും എല്ലാം തന്നെ അന്വേഷണ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു കോടതിയിൽ ഇതിൻ്റെ വിസ്താരത്തിലേക്കും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ വാദത്തിലേക്കും എല്ലാം തന്നെ കടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി വിശദീകരിച്ചുകൊണ്ടായിരിക്കും അഷ്കറിനെതിരെയുള്ള